പാരന്റ്സിന് ഒത്തിരി സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾ വന്നിട്ട് നമ്മളോട് ഞാൻ അഗ്ലിയാണ്, എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എന്റെ ലുക്ക് ഫാറ്റ് ആണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് കൊള്ളത്തില്ല, എന്റെ മുടി എനിക്ക് ഇഷ്ടമല്ല, എന്റെ മൂക്ക് എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെട്ടെന്ന് ഈ ഒരു കാര്യം എങ്ങനെയാണ് ഒരു കുട്ടി ഇങ്ങനെ വന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് സംശയമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിനെ പറ്റി, പാരന്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ആ ടോപ്പിക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തു തരാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് എന്റെ കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഞാൻ അഗ്ലിയാണ്, അല്ലെങ്കിൽ ഞാൻ ഫാറ്റ് ആണ്, എന്നെ കൊള്ളില്ല, ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അല്ല, നീ അങ്ങനെയല്ല, നീ ഇങ്ങനെയാണ്. അതായത് നീ അഗ്ലി അല്ല, നീ സുന്ദരിയാണ്, അല്ലെങ്കിൽ നിനക്ക് ഈ ഡ്രസ്സ് നല്ല രസമുണ്ട്, ആരാ പറഞ്ഞത് അങ്ങനെയല്ല എന്ന്, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ തോന്നുന്നതാണ്, പക്ഷെ ശരിക്കും നീ ഫാറ്റ് അല്ല എന്നാണ്. അങ്ങനെ ഒരു രീതിയിൽ നമുക്കറിയാം, നമുക്ക് കംഫർട്ട് ചെയ്യണം, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. ആ ഫീലിംഗ്, അവർക്ക് ഉണ്ടാകുന്ന ആ ഫീലിംഗ് നമുക്കത് ഇറേസ് ചെയ്ത് കളയണം. അതാണ് നമ്മുടെ ഫസ്റ്റ് അർജ്. അങ്ങനെ ചെയ്യാനാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ കുട്ടികൾക്ക് കൊടുക്കും. അവർക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. ശരിക്കും ശരിയായിട്ടുള്ള റെസ്പോൺസ് അല്ല അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് ആ കുട്ടി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് വരുമ്പോൾ ഉണ്ടോ എന്നോട് കൂടുതൽ പറയാമോ എന്ന് വളരെ കാമായിട്ട് നമ്മൾ ചോദിക്കുക. ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുമായിരിക്കും, ചിലപ്പോൾ പറയില്ലായിരിക്കും. അവർ പറയുന്നില്ല എന്ന് അർത്ഥമാണെങ്കിൽ അവർക്ക് ആ സമയത്ത് അത് പറയാൻ അവർ റെഡി അല്ല എന്നാണ്. അവിടെ നിങ്ങൾ ഒരിക്കലും ആ വിഷയം ഇടരുത്. ആ വിഷയം പിന്നെ നിങ്ങൾ തിരിച്ചെടുക്കേണ്ടത് കുട്ടി എപ്പോഴാണോ വില്ലിങ് ആവുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നൈറ്റിൽ ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, മോനെ അമ്മയോട് നേരത്തെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ, അതിനെപ്പറ്റി അമ്മ വിചാരിക്കുമായിരുന്നു, ഇച്ചിരി ക്യൂരിയസ് ആയി, അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് അതിനെപ്പറ്റി കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിക്കുക. അപ്പൊ കുട്ടി ഉറപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞുതരും. ഇനി ആ സമയത്തും പറഞ്ഞില്ലെങ്കിൽ അടുത്ത അറ്റംപ്റ്റ് എടുക്കുക, അടുത്ത സമയം എടുക്കുക. അപ്പോഴും ഇത് തന്നെ നിങ്ങൾ ചോദിക്കുക. അപ്പൊ കുട്ടി ചിലപ്പോൾ പറയുന്നത് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവരൊക്കെ കാണാൻ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്, ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ നിറത്തിനെ പറ്റിയാ പറയുന്നെങ്കിൽ കുട്ടീനോട് പറയാ, നമ്മുടെ ശരീരത്തിൽ പല രീതികളാണ് നിറങ്ങളുള്ളത്. വെളുത്ത ആളുകൾക്കും കറുത്ത ആളുകൾക്കും ബ്രൗൺ ആയിട്ടുള്ള ആളുകൾക്കും മെലറ്റോണിൻ എന്ന് പറഞ്ഞ അളവ് കൂടുകയോ കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നിറങ്ങളിൽ വ്യത്യാസമുള്ളത്. പിന്നെ ഫാറ്റിനെ പറ്റിയോ പറയുന്നെങ്കിൽ നിങ്ങൾ പറയാ, ഈ ഫാറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ളതാണ്, നിനക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമുണ്ട്. ചില ആളുകൾ ഈ ഫാറ്റിനെയും അഗ്ലി എന്നൊക്കെ വാക്കുകൾ യൂസ് ചെയ്യുന്നത് ആളുകളെ ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഹ്യൂമിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ വീട്ടില് നമ്മൾ അതങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ ബോഡീനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, എല്ലാവരുടെ ഡിഫറൻസസ് നമുക്ക് മനസ്സിലാവും. അയ്യാൻകുട്ടിയോട് ഞാൻ പറയും, ഇത് കണ്ടോ, 2 പേരാണുള്ളത്, ഈ 2 പേരും ഫ്രണ്ട്സ് ആണ്. ഇവന്റെ ചെവി കണ്ടോ, ഇവന്റെ ചെവി കുഞ്ഞാണ്, ഇവന്റെ ചെവി കണ്ടോ വലിയ ചെവിയാണ്. ഇവന് തടിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഇവൻ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇവൻ നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും, ഇവന് ആണെങ്കിൽ നന്നായിട്ട് ഇരേനെ പിടിക്കാൻ അറിയാം. അപ്പം ഇവരെല്ലാവരും അവരുടേതായ രീതികളിൽ ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ് എന്ന് വിചാരിച്ച് ഇവരൊക്കെ എല്ലാവർക്കും, ചിലപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം മുയൽക്കുട്ടീനെ ആയിരിക്കും, നിനക്ക് ഏതാ ഇഷ്ടമുള്ളത്, അവൻ കരടിക്കുട്ടനെയാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാരും ഇവരുടേതായ രീതിയിൽ ബ്യൂട്ടിഫുൾ അല്ലാന്നുണ്ടോ? അപ്പൊ അവർക്ക് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടോ? ഇവന് തടി ആവശ്യമാണ്, ഇവന് നീണ്ട ചെവി ആവശ്യമാണ്, ഇത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? ഇവർക്ക് ഇവരുടേതായ ക്വാളിറ്റീസ് ഉണ്ട്, അത് ഓക്കെയാണ്, ഇവരുടേതായ ഡിഫറൻസസ് ഉണ്ട്, അത് ഓക്കെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സും അല്ലെങ്കിൽ ടീച്ചേഴ്സും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മറ്റാൾക്കാർക്കും അവർക്കും ഇഷ്ടങ്ങൾ വ്യത്യാസമായിരിക്കും, അവർക്കും ഇഷ്ടങ്ങൾ വേറെ വേറെ ആയിരിക്കും എന്ന് വിചാരിച്ച് അത് നമ്മുടെ പ്രശ്നമല്ല. അവർക്ക് നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമല്ല, അവർക്ക് വേറൊരു കാര്യമായിരിക്കും അവർക്ക് ഇഷ്ടമല്ല, അവരുടെ ടേസ്റ്റ് ഡിഫറൻസ് ആയതുകൊണ്ട് ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വട്ടം നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തെങ്കിലാണ് കുട്ടികൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വട്ടം പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവന് മനസ്സിലാവുന്നില്ല, ഞങ്ങളൊക്കെ ട്രൈ ചെയ്തതാ എന്ന് പറഞ്ഞിരിക്കരുത്. ഒരു വട്ടം ഒരു കാര്യം ഒരു രീതിയിൽ പറഞ്ഞു കൊടുത്ത് ഇഷ്ടം അവർക്ക് പറ്റിയില്ലെങ്കിൽ അത് അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാവുക. കുട്ടികൾക്കും മനസ്സിലാക്കാനും പല രീതികളിലാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് അതിന് റിസൾട്ട്സ് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ വന്ന് എഴുതണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.